താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലവ് ഡേയിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. നമ്മളുടെ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണെന്ന് മാർപ്പാപ്പ നമ്മെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളുടെ കുടുംബങ്ങളിൽ ഈ സ്നേഹത്തിൻ്റെ സന്തോഷം നാം അനുഭവിക്കാൻ വേണ്ടി അതിനുതകുന്ന ചിന്തകളുമായി മാർപ്പാപ്പ നമുക്ക് സമ്മാനിച്ച അപ്പസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. അതിൽ നിന്ന് അടർത്തിയെടുത്ത ചിന്തകളും ചർച്ചകളുമാണ് ഇന്ന് നാം ഇവിടെ ഒരുക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ ഈ സമയം നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നാം പരിചയപ്പെടുന്നത് നമുക്ക് സുപരിചിതനാണ് വർഗീസ് കുത്തൂരച്ചൻ. അച്ഛൻ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറായി സേവനം ചെയ്യുന്നു. ഇപ്പോൾ ഫാമിലി അപ്സലേറ്റിൻ്റെ മുൻ ഡയറക്ടറായിരുന്നു. കുടുംബ പ്രേക്ഷിത രംഗത്ത് അനേകം കുടുംബങ്ങളെ കൈപ്പിടിച്ച് നടത്തിയ അനുഭവ സമ്പത്ത് അച്ഛനുണ്ട്. ഏറെ സ്നേഹത്തോടെ വർഗീസ് കുത്തൂരച്ചനെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വില്ലി മാഡത്തെ നമുക്ക് പരിചയപ്പെടാം. വില്ലി മാഡം അഭിഭാഷകയാണ്. വർഷങ്ങളായി കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. മാഡത്തെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് കെ എം ഫ്രാൻസിസ് സാറിനെയാണ്. കെ എം ഫ്രാൻസിസ് സാറ് ഈ ചർച്ചകളിൽ എന്നും ഒരു സ്ഥിര സാന്നിധ്യമാണ്. ഈ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ചാക്രിക ലേഖനത്തിന് തൻ്റെതായ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. സെൻറ് തോമസ് കോളേജിൻ്റെ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലെ മുൻ വൈസ് പ്രിൻസിപ്പളും കേരള കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമാണ് ഫ്രാൻസിസ് സാറ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമുക്കറിയാവുന്നതുപോലെ ലൈംഗികതയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ലൈംഗികതയ്ക്ക് വിലക്കുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്തേക്കാൾ ലൈംഗികത ആർക്ക് വേണമെങ്കിലും ആരുമായിട്ടും തങ്ങളുടെ ലൈംഗികത പങ്കുവയ്ക്കാതെ സ്വാഭാവികമായ ഒരു കാര്യമാണെന്നൊക്കെ ഈ ദിവസങ്ങളിൽ കോടതി നിരീക്ഷിച്ചതൊക്കെ എവരുടെ ശ്രദ്ധയിൽ ഉണ്ടാകും. ഇവിടെ പാപ്പ ഈ പുസ്തകത്തിൽ പറയുന്നു, മക്കളുടെ സന്തോഷം ദൈവത്തിൻ്റെ ആനന്ദമാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, സഭ തൻ്റെ എല്ലാ കൽപ്പനകളും വിലക്കുകളും കൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യത്തെ കയ്പാക്കി മാറ്റിയില്ല. ഈ സ്വാഭാവികതയെ സഭ ഒരു കയ്പായി മാറ്റിയില്ലേ എന്നൊരു ചോദ്യം ഇത് പക്ഷേ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുള്ളതാണ്. സ്വാഭാവികമായ ലൈംഗികതയുടെ മേൽ കടിഞ്ഞാണിടേണ്ട ആവശ്യമുണ്ടോ, വിലക്കേർപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ സഭയും വൈദികരും സന്യസ്തരുമെല്ലാം ലൈംഗികതയുടെ സ്വാഭാവികതയ്ക്കെതിരായി നിൽക്കുന്നവരാണെന്ന ചിന്ത ഇന്ന് പൊതു സമൂഹത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്കാണ് പ്രവേശിക്കുക. നമ്മളുടെ കുടുംബജീവിതത്തിൻ്റെ ഈ വലിയ ദാനം, സ്വാഭാവികമായ ലൈംഗികതയുടെ സ്വാഭാവികമായ പ്രകടനം, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും ദൈവം അതിൽ സന്തോഷിക്കുന്നുണ്ടെന്നും നമ്മൾ ഈ ചർച്ചയിൽ കാണുന്നു. ഏവരെയും ഒരിക്കൽ കൂടെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ സ്വാഭാവികമായ ലൈംഗികതയെ നിയന്ത്രിക്കേണ്ടതുണ്ടോ, സഭ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചിന്ത ഇന്ന് ധാരാളം മനുഷ്യരുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത ധാരാളമായിട്ട് ആളുകളുടെ ഇടയിൽ ഉണ്ടാകാൻ കാരണം? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുരുഷന് പുരുഷനുമായോ സ്ത്രീക്ക് സ്ത്രീയുമായോ പുരുഷന് സ്ത്രീയുമായോ അവരുടെ ഇഷ്ടപ്രകാരം എവിടെ വെച്ച് എങ്ങനെ വേണമെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും അതൊന്നും തെറ്റല്ല, അത് ശരിയാണ്. ഇങ്ങനെ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ ഏറ്റവും അധികം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ്. അപ്പോൾ കത്തോലിക്ക സഭ 2000 വർഷമായിട്ട് ഇത്തരത്തിലുള്ള നിയമങ്ങൾക്ക് വരുമ്പോൾ അതിനെതിരെ നിൽക്കുകയും ഭാര്യയും ഭർത്താവും ഏക ഭാര്യത്വത്തിൻ്റെ അകത്ത് പവിത്രമായി കണക്കാക്കേണ്ട ഒന്നാണ് ലൈംഗികത എന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്യുന്നു. ഇതാണ് കത്തോലിക്ക സഭയുടെ നിലപാട്.
ഈ നിലപാട് സുപ്രീം കോടതിയും മറ്റ് പുരോഗമനവാദക്കാരും ചോദിക്കുന്നത്, ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശക്കുന്നു, നമ്മളൊരു ഹോട്ടലിൽ നിന്നാണോ ഭക്ഷണം കഴിക്കുക? ഇല്ല. മാറി മാറി കഴിക്കുന്നു. നമുക്ക് യൂറിനേറ്റ് ചെയ്യാൻ തോന്നുന്നു, സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണു? മലമൂത്ര വിസർജനം നടത്തുന്നു. അതിനൊന്നും എന്തില്ല, അതൊക്കെ സ്വാഭാവികമാണ്. അതുപോലെ സ്വാഭാവികമായ ഒരു കാര്യമാണ് എന്ത്? ലൈംഗികത. അപ്പം ഭക്ഷണം കഴിക്കാൻ പല ഹോട്ടലിൽ കയറാമെന്നുണ്ടെങ്കിൽ പച്ചക്കറി വേണമെങ്കിൽ പച്ചക്കറി ആവാം, ഇറച്ചി വേണമെങ്കിൽ ഇറച്ചി ആവാം, മത്സ്യം വേണമെങ്കിൽ മത്സ്യമാവാം എന്ന പോലെ സ്വാഭാവികമായിട്ടുള്ള ലൈംഗികത വേണമെന്ന് ശഠിക്കുമ്പോൾ നമ്മൾ എതിര് നിൽക്കുകയാണ്. ആ എതിര് നിൽക്കുന്നതിനെയാണ് സഭ വിഷം ചേർത്തു എന്ന് പറയണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം ഇതാണ്, കത്തോലിക്ക സഭ സ്വാഭാവികമായിട്ട് ലൈംഗികതയ്ക്ക് എതിരാണോ അല്ലയോ? അതിന് മറുപടി മാർപ്പാപ്പ കൊടുക്കുകയാണ്. ആ മറുപടി നമുക്ക് ആദ്യം തന്നെ വിശുദ്ധ ഗ്രന്ഥാടിസ്ഥാനത്തിൽ പരിശോധിക്കണം. ഏദൻ തോട്ടത്തിൽ ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി ആ ദൈവം പറയാണ്, നീ പെറ്റുപെരുകുക. ലൈംഗികത ഇല്ലാണ്ട് പെറ്റുപെരുകാൻ പറ്റൂ? അപ്പോൾ പെറ്റുപെരുകുക, എന്നിട്ട് സന്തോഷിച്ചിട്ടാണ് ആര് പോണേ? ദൈവം വിശ്രമിച്ചു. ഇതേ വികാരമാണ് അപ്പൻ എന്നുള്ള നിലയിൽ അമ്മ എന്നുള്ള നിലയിലും എൻ്റെ വീട്ടിലുള്ളത്. എൻ്റെ മകളെ ഒരു ഭർത്താവിനെ ഏൽപ്പിച്ച് ആദ്യ രാത്രി അവരെ മുറിയിലകത്ത് അടച്ചിട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്തുണ്ട്? ദൈവത്തിന്റെ സംതൃപ്തി, ദൈവത്തിൻ്റെ ആനന്ദാണത്. ലൈംഗികതയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. അല്ലാതെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞിട്ട് എന്തും ആകാമെന്നുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അത് വലിയ അരാജകത്വത്തിലേക്ക് നയിക്കാനായിട്ടാണ് ഇടയാകുന്നത്. ഈ സംതൃപ്തി എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പൊ ഈ മാതാപിതാക്കള് സംതൃപ്തരാണോ എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ ഉറപ്പിക്കേണ്ടത് സഭയെ സംബന്ധിച്ച് പ്രൈമറിലി ഉൽപ്പത്തി പുസ്തകമായാലും സഭയുടെ പഠനങ്ങളായാലും പ്രൈമറിലി ഇക്കാര്യത്തെ 100% അംഗീകരിക്കുന്നു എന്ന് നമ്മൾ അടിവരയിട്ടിട്ട് വേണം പിന്നെ അതിൻ്റെ അടുത്ത ചർച്ചകളിലേക്ക് പോകാൻ. എല്ലാ അപ്പനമ്മമാർക്കും ഇതിൽ സന്തോഷിക്കാൻ പറ്റുമോ? അത് എനിക്ക് തോന്നുന്ന ഒരു സോഷ്യോളജി പഠിപ്പിക്കുന്ന ടീച്ചർ എന്നുള്ള നിലയിൽ ടീച്ചർക്ക് ഈ കാര്യം പറയാൻ പറ്റും. അതായത് ഈ നമ്മൾ ദാമ്പത്യ ബന്ധവുമായി ബന്ധപ്പെട്ട് വരുന്ന ദമ്പതികൾക്കിടയിൽ വരുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ അടുത്തെത്തുമ്പോൾ അവർ പറയുന്ന പ്രശ്നങ്ങൾ പലതായിരിക്കും. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ അവരുടെ കേസ് ഹിസ്റ്ററി എടുത്ത് കുറച്ചും കൂടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴായിരിക്കും മനസ്സിലാവുക അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ലൈംഗികതയുമായി ബന്ധപ്പെട്ടായിരിക്കും. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ദമ്പതികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആ ലൈംഗികതയുമായി പൊരുത്തപ്പെട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുമായിരിക്കും കുടുംബജീവിതത്തിൻ്റെ പ്രശ്നത്തിലേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം. പക്ഷെ ഇത് ആർക്കും ആരോടും പുറത്ത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷം ഇന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് കൗൺസിലിംഗ് സെൻറ്ററിൽ വരുമ്പോൾ ഒരു കൗൺസിലർ ഞങ്ങളെ കേൾക്കും, ഞങ്ങളുടെ പ്രശ്നം കൃത്യമായിട്ട് അത് മനസ്സിലാക്കും, അതിൽ നിന്ന് അവർക്ക് ആ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കും പലപ്പോഴും ദമ്പതികൾ നമ്മുടെ അടുത്ത് വരിക. ഒരിക്കൽ ഫാമിലി കോർട്ടിൽ വന്നൊരു കേസ് ഞാൻ ഓർക്കാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ടതിനേക്കാൾ ഉപരി നേരത്തെ സാറ് പറഞ്ഞതുപോലെ അവരുടെ അച്ഛനും അമ്മയ്ക്കും 2 പെൺമക്കളാണ്. ഇളയ മകളെ കല്യാണം കഴിച്ചതിന് ശേഷം അവരുടെ ഇടയിലുള്ള പ്രശ്നം, അതായത് അവർക്കിടയിൽ ഈ അപ്പനും അവിടെ വളരെ കൃത്യമായിട്ട് അപ്പനും അമ്മയും വളരെ ഇൻറ്റൻസീവായിട്ട് വളരെ ഇൻറ്റൻഷനോട് കൂടെ തന്നെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കി അവസാനം അത് ഡിവോഴ്സിലെത്തിയ ഒരു സാഹചര്യം ഞാൻ ഓർക്കാം. 8 വർഷം മുൻപാണ് ആ കേസ്. ഇന്നും ആ ഭാര്യ സ്വന്തം അപ്പനോടും അമ്മയോടും ഒപ്പം താമസിക്കുകയാണ്. പക്ഷെ എത്രയോ നല്ലൊരു ഭർത്താവ് അപ്പുറത്തുണ്ട്. എൻ്റെ മകന് അപ്പൻ വേണമെന്നൊരു ചിന്തയിൽ അപ്പുറത്തേക്ക് അപ്പൻ്റെയും അമ്മയുടെയും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് തീരുമാനമെടുത്തൊരു മകളെ നമുക്ക് കാണാം. അല്ല, അതിൻ്റെ പ്രശ്നം പല വീട്ടിലും കണ്ടിട്ടുണ്ട്. മകനും മകൻ്റെ ഭാര്യയും കൂടി കൊടൈക്കനാലിലേക്ക് ടൂറ് പോകുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് പറഞ്ഞാൽ പിറ്റത്തെ ദിവസം ഭർത്താവിൻ്റെ അമ്മയ്ക്ക് അസുഖം വന്നു എന്ന് പറഞ്ഞാൽ മക്കളുടെ സന്തോഷം മാതാപിതാക്കളുടെ സന്തോഷമായി മാറുന്നില്ല. പക്ഷെ ഈ ഉദാഹരണം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഈ അമ്മയുടെ അപ്പൻ്റെ ജീവിതത്തിലുള്ള അൺസാറ്റിസ്ഫാക്ഷനാണ് മക്കളുടെ മേത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത്. ഇതേപോലെ പൊതുസമൂഹം
സഭയുടെ മുകളിൽ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് വൈദികരും സിസ്റ്റേഴ്സും ഒന്നും വിവാഹിതരല്ല. അവര് അനുഭവിക്കാത്തത് സ്വാഭാവികതയെ എതിർക്കുന്നതാണോ? ഇത് ഏറ്റവും ശക്തമായി ഉന്നയിച്ച ആളാണ് നീഷെ. ആ നീഷയുടെ ചോദ്യം ഇതാണ്. ആ ചോദ്യമാണ് ബെനഡിക്ട് 16 ആവർത്തിക്കുന്നത്. ആ ചോദ്യമാണ് മാർപ്പാപ്പ. ലൈംഗിക വികാരത്തെ ഇറോസിനെ സഭ തള്ളിക്കളഞ്ഞിട്ടില്ല. അതിന്റെ വികൃതമാക്കപ്പെട്ടതും നാശകരവുമായ രൂപത്തെ മാത്രമേ തള്ളിക്കളഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ചാപ്റ്ററിൽ പറയുന്നതാണ് ഈ വൈകാരിക പക്വത എന്ന് പറയുന്ന പോലെ തന്നെ ലൈംഗികമായ വികാരത്തിനും പക്വതയുണ്ട്. അതൊരിക്കലും ഒരു വിഷം ചേർക്കലോ വിലക്കുകൾ ഏർപ്പെടുത്തലോ തടസ്സങ്ങളല്ല, മറിച്ച് ലൈംഗികത എന്ന് പറയുന്ന ദൈവം തന്ന ഒരു ഗിഫ്റ്റിനെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അതിലേക്ക് കുറച്ചും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൗമാര പ്രായത്തിൽ കൃത്യമായ ലൈംഗിക വിദ്യാഭ്യാസം, ഇന്ന് നമുക്ക് തോന്നുന്നു ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ സൗഹൃദ ക്ലബിൻ്റെ ആ ഒരു ക്ലബിനോടനുബന്ധിച്ച് തന്നെ കൗൺസിലിംഗ് ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം കുട്ടികളിലെ ലൈംഗികതയോടുള്ള പോസിറ്റീവായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ടാക്കാം. ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ലൈംഗിക വികാരത്തിന് കൃത്രിമമായ ദൈവവത്കരണം, അത് യഥാർത്ഥത്തിൽ അതിന് ദൈവിക മഹത്വം ഉരിഞ്ഞു കളയുന്നു. അത് അവിടെയാണ് സഭ ഇടപെട്ടത്. അതിൻ്റെ കാരണം അറിയണമെങ്കിൽ ഇതിനെ ഒരു പശ്ചാത്തലം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പൗലോസ്ലീഹയാണ് ഏറ്റവും കൂടുതൽ ഇതിനെ എതിർക്കുന്നത്. നിങ്ങളിൽ ചിലർ നിങ്ങളുടെ അമ്മയുടെ ശയ്യ പങ്കിടുന്നതായി ഞാൻ കേൾക്കുന്നു. അത്തരക്കാരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് വിച്ഛേദിച്ച് കളയണം. അപ്പോൾ ഇന്നത്തെ ഒരു സമൂഹത്തിന് കേൾക്കുമ്പോൾ ഇതെന്താ മകൻ അമ്മയുടെ കൂടെ കിടക്ക്. അതിന് നമ്മളൊരു കാര്യം തിരിച്ചറിയണം. ഫ്രീഡം ഉണ്ടല്ലോ, സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന ഒരു തലമുറയും ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഗ്രീക്കുകാരുടെ ജീവിതം? അവർക്ക് ആണിനെ കല്യാണം കഴിക്കാം, പെണ്ണിന് വേണമെങ്കിൽ പെണ്ണിനെ കല്യാണം കഴിക്കാം, ഒരാൾക്ക് വേണമെങ്കിൽ 25 ഭാര്യമാരാകാം, അത് എപ്പോൾ വേണമെങ്കിലാകാം. പൗലോസ്ലീഹ വരുന്ന കാലഘട്ടത്തിലുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ പ്രശ്നം കൂടി നമ്മളറിയണം. ഒരാൾക്ക് 25 ആളെ കല്യാണം കഴിക്കാമെന്നുണ്ടെങ്കിൽ ഗ്രീസിലെ സ്ഥിതി ഇതാണ്. 65 വയസ്സായ ഒരാളുടെ ഏറ്റവും അവസാനത്തെ ഭാര്യയുടെ വയസ്സ് 18 വയസ്സ്, അയാളുടെ മൂത്ത മോൻ്റെ വയസ്സ് 50 വയസ്സ്. അപ്പോൾ 50 വയസ്സുള്ള മോൻ, 45 വയസ്സുള്ള മോൻ, 40 വയസ്സുള്ള മോൻ, 28 വയസ്സുള്ള മോൻ, 20 വയസ്സുള്ള മോൻ, അതിൻ്റെ ഒപ്പം 18 വയസ്സായ ഭാര്യ ഈ തന്തപ്പിടിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം വീടിൻ്റെ ഉള്ളിൽ ഇത്തരം അനാശാസ്യം നടക്കുന്നത് അമ്മയുടെ കൂടെ മകൻ കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതായത് അത് അത്രമാത്രം അധപതിച്ച ഒന്നാണെന്ന് സഭ പറയുമ്പോൾ, അത് സഭ പറയുന്നത് തെറ്റാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ സഭയുടെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? പതുക്കെ നേരത്തെ പൗലോസ്ലീഹ ഏതിനെയാണ് കുറ്റപ്പെടുത്തിയത് ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പം നമുക്കറിയാം. ഭാരതം ഇപ്പോൾ ചില രാജ്യങ്ങളിൽ നേരത്തെ തന്നെ സ്വവർഗ വിവാഹങ്ങൾ നിയമവിധേയമാക്കി. 2 ആൺകുട്ടികൾക്ക് 2 പെൺകുട്ടികൾക്ക് സഭയിൽ പോയി കല്യാണം കഴിക്കാനായിട്ട് അനുവാദം കൊടുക്കുക. അത് എന്തൊരു അവസ്ഥയാണ്. അവിടെയാണ് ഇവിടെ പാപ്പ പറയണത്, വികാരത്തിൻ്റെയും വാസനയുടെയും മണ്ഡലത്തിൽ പരിശീലനം അത്യാവശ്യമാണ്. ഒരു വ്യക്തിക്ക് തീർച്ചയായും അയാളുടെ വികാരങ്ങളെ മനോഹരവും ഗുണപ്രദവുമായ വഴികളിലൂടെ ഒഴുക്കാൻ കഴിയും. ഇതിനൊരു നിയന്ത്രണം ആവശ്യമുണ്ടെന്നും, ദൈവം തന്ന സന്തോഷം തന്നെയാണ്, അത് സഭ ഇതിൽ വിലക്കൊന്നും ഏർപ്പെടുന്നില്ല. പക്ഷെ അത് നിയന്ത്രിക്കാൻ, അത് സ്വാഭാവികമായി അതിനെ മനോഹരവും ഗുണപ്രദവും വഴികളിലൂടെ അതിനെ തിരിച്ചുവിടാനായിട്ട് നമ്മൾ പരിശീലിക്കണമെന്നാണ് പാപ്പ അവിടെ പറയുന്നത്. അവിടെയാണല്ലോ ഈ മനുഷ്യൻ ഒരു സ്വാഭാവികത മാത്രമല്ലല്ലോ. മൃഗങ്ങളിൽ നിന്ന് അവനൊരു അതിസ്വാഭാവിക തലം കൂടിയുണ്ട്. ഈ എല്ലാ സ്വാഭാവികതകളെയും ഒരു ആത്മീയ കാഴ്ചപ്പാടോടുകൂടെ തന്നെ അതിസ്വാഭാവിക തലത്തിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ അവനും മൃഗവും തമ്മിൽ വ്യത്യാസമില്ലാതെ വരികയാണ്. എനിക്കിഷ്ടം തോന്നി. ഇപ്പം നമ്മൾ ദേഷ്യം പോലും പ്രകടിപ്പിക്കുമ്പോൾ പരിധി വെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ എനിക്ക് കുത്തി കൊല്ലാം തോന്നി. പതുക്കെ അതൊക്കെ ആയി തുടങ്ങി. അത് കാഫ്കയുടെ, ഫ്രഞ്ച് എഴുത്തുകാരനാണ് കാഫ്ക. അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൽ അതിലെ കഥാപാത്രം ഒരാളെ കാണുമ്പോൾ വെടിവെച്ച് കൊല്ലണം. അപ്പോൾ എന്തിനാ വെടിവെച്ച് തോന്നി? എനിക്ക് ആളെ കൊല്ലാൻ തോന്നി, എനിക്ക് തോന്നി. അതാണ് എൻ്റെ മറുപടി. അപ്പോൾ ആ കാഫ്കാനിൻ ആ ഒരു അബ്സേർഡിറ്റി, ഇറേഷണാലിറ്റി, അരാജകത്വം, അതിനെ ആരാധിക്കുന്ന എഴുത്തുകാർ ഈ ഇന്ത്യയിൽ അധികമായി.
ചിന്തകരധികമായി. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ് യുക്തി എന്ന് നിർവചിക്കപ്പെട്ടു. ലൈംഗികത എവിടെ എങ്ങനെ അങ്ങനെ ഒരു ചിന്ത എന്ന കുട്ടി ഞാൻ ഒരിക്കൽ ആലോചിക്കുകയാണ്. ഒരു 8 വർഷം മുൻപ് ഒരു ആൺകുട്ടി +1 പഠിക്കുന്ന ഒരു കുട്ടി എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ +1 പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്, അടുത്ത ആഴ്ച എൻ്റെ +2 ക്ലാസ് തുടങ്ങുകയാണ്, അപ്പോൾ എന്തിനാ മോൻ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം മാഡം കല്യാണം കഴിഞ്ഞ ആളാണോ? ആദ്യത്തെ ചോദ്യം അതായിരുന്നു, മാഡം കല്യാണം കഴിഞ്ഞ ആളാണോ? എനിക്ക് ഭയങ്കര അതിശയം തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് മോൻ അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചത്? അവൻ എന്നോട് പറഞ്ഞു, ഞാൻ പറയാൻ പോകുന്ന പ്രശ്നം മാഡത്തിന് തിരിച്ചറിയുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ ധൈര്യമായിട്ട് പറഞ്ഞോ, ഞാൻ വിവാഹിതയാണ്, എനിക്ക് മകനുമുണ്ട്. അപ്പോൾ അവൻ പറയാൻ തുടങ്ങിയത് ഇങ്ങനെയാണ്, അതായത് ഞാൻ +1 പഠിക്കല്ലേ, അപ്പോൾ എനിക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചാൽ അതൊരു ഗേൾ ഫ്രണ്ട് ആണോ? അപ്പോൾ അവൻ അതെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? പ്രശ്നം പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും തിരിച്ചു വരുന്നതും, ഞങ്ങൾ 2 ഫാമിലിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാം, ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് വീട്ടിലാണെങ്കിൽ ഈ ആൺകുട്ടിയുടെ വീട്ടിലുള്ളത് ഒരു പ്രായം ചെന്ന അമ്മൂമ്മയും പിന്നെ അമ്മ മാത്രം, അച്ഛൻ ഗൾഫിൽ ജോലി ചെയ്യുന്നവൻ ഒറ്റ മകനാണ്. പെൺകുട്ടിയുടെ വീട്ടിൽ അവൾക്കൊരു താഴെ ഒരു സഹോദരനുണ്ട്, അമ്മ ടീച്ചറാണ്, അതുപോലെ വീട്ടിൽ പിന്നെ ആരുമില്ല, അച്ഛനും പുറത്ത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇവർക്ക് 2 വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് പാരൻസ് രണ്ടുപേരും, അമ്മമാർ രണ്ടുപേരും ടീച്ചേഴ്സ് ആയതുകൊണ്ടും ഇവർ സ്റ്റഡി ഹോളിഡേയ്സിൽ ഇവർ ഒന്നിച്ച് പഠിക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ പയ്യൻ്റെ വീട്ടിലേക്ക്, ആൺകുട്ടിയുടെ വീട്ടിലേക്ക് പഠിക്കാനായിട്ട് വരിക. അപ്പോൾ വരുന്ന സമയത്ത് ഇവൻ TV-യിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൾ എൻ്റർ ചെയ്യുന്നത് പുറത്തുനിന്ന്, ഇവൻ ജനലിലൂടെ പുറത്തുനിന്ന് കണ്ട ഉടനെ തന്നെ ഇവൻ ഓടിച്ചെന്ന് ആ TV ഓഫ് ചെയ്ത് പക്ഷേ ഇവളും കണ്ടു, അവൻ ഓടിച്ചെന്ന് ഈ TV ഓഫ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൾ അകത്തേക്ക് കയറിയ ഉടനെ ഈ പയ്യനോട് ചോദിച്ചു, നീ എന്തിനാ TV ഓഫ് ചെയ്തത്? അപ്പോൾ അവൻ പറഞ്ഞു, നീ പഠിക്കാൻ വന്നതല്ലേ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിക്കാം. അപ്പോൾ അവൾ പറഞ്ഞു, നീ എന്തായാലും സിനിമ കണ്ടുകൊണ്ടിരിക്കലായിരുന്നു, നമുക്ക് ആ സിനിമ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാനും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞു. ഇവർ 2 പേരും ആ സിനിമ ഒരുമിച്ചിരുന്ന് കണ്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞ കാര്യം, മാഡം ആ സിനിമയിൽ കണ്ടതുപോലെ ഞങ്ങളും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അതിന് എന്താ അവനോട്, അപ്പം ഞാൻ പെട്ടെന്ന് അവനോട് ഒരു ചോദ്യം ചോദിച്ചു, മോനെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടാണോ എന്നെ വിളിച്ചത്? അവൻ എന്നോട് എടുത്ത വശം പറഞ്ഞു, എനിക്ക് മാഡത്തിൻ്റെ കൗൺസിലിംഗ് ഒന്നും വേണ്ട, എനിക്കറിയേണ്ടത് ഈ സിനിമയിൽ കാണുന്നത് പോലെയാണോ സെക്സ്, ഈ സിനിമയിൽ കാണുന്നത് പോലെയാണോ ലൈംഗികത? അപ്പോൾ വീണ്ടും ഞാൻ അവനോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ അങ്ങനെ ഒരു ചോദ്യം, എന്തായിരിക്കും നിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചോദ്യം അറിയാനുള്ള ആഗ്രഹം? അവൻ എന്നോട് പറഞ്ഞത്, എന്തായാലും ഞാനും അവളും തമ്മിൽ അത്തരത്തിലുള്ളൊരു ബന്ധത്തിലായി, ഇനിയും അത് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്, ഞങ്ങൾ എന്ത് പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി, എന്ത് ചെയ്യണമെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാഡത്തിനെ വിളിച്ചത്, അല്ലാതെ മാഡത്തിൻ്റെ കൗൺസിലിംഗ് ഒന്നും എനിക്ക് വേണ്ട. മാധ്യമങ്ങൾ കൊടുക്കുന്ന സെക്സിനെ കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുകയും ഇത് അവർക്ക് ഇനി അതിൽ നിന്നൊരു കുട്ടിയുണ്ടായി, ആ കുട്ടീനെ വളർത്തണം, അത് സമൂഹ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ട് സെക്സിനെ കാണാനായിട്ട് ഇവരാഗ്രഹിക്കുന്നില്ല. എനിക്ക് എൻ്റെ സുഖം, അത് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക. തീർച്ചയായിട്ടും ഇവിടെ അപ്പ പറയാണ്, ഈ ഒരു സന്തോഷം കുടുംബത്തിൻ്റെ ഹൃദയത്തിൽ വ്യക്തിയാന്തര ബന്ധങ്ങളെ തീർച്ചയായും സമ്പന്നമാക്കും. തീവ്രമായ സന്തോഷാനുഭവ നിമിഷങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അർത്ഥമില്ല, പക്ഷെ അത് ആവശ്യമുള്ള സമയത്ത് അത് ദൈവം ഉദ്ദേശിച്ച ആ അവസരത്തിൽ മാത്രം ഉപയോഗപ്പെടുത്തണം എന്ന ഒരു മെസ്സേജാണ്. കാരണം ഞാനും എൻ്റെ ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധം മാത്രമേ പാടുള്ളൂ എന്ന് സഭ ശഠിക്കുന്നു. അതിനപ്പുറത്ത് സമൂഹം പറയുന്നു, KM ഫ്രാൻസിസ്, നിനക്ക് വേറൊരു പെണ്ണിനെ കണ്ടാൽ അവൾക്ക് കൂടുതൽ സൗന്ദര്യം ഉണ്ടെങ്കിൽ എന്താണ് സ്വാഭാവികത, നീ അവളുടെ കൂടെ പോകണം. അപ്പം മാർപ്പാപ്പ പറയണത്, ആ സ്വാഭാവികമായ ആഗ്രഹത്തെ നീ നിയന്ത്രിക്കുമ്പോൾ നിൻ്റെ ഭാര്യയോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുമെന്നാണ്. പക്ഷെ സമൂഹം പറയണത്, നീ ഭാര്യയോടുള്ള സ്നേഹം നീ എന്തിനാ നോക്കണേ, നിൻ്റെ സ്വാഭാവികതയല്ലേ നീ നോക്കേണ്ടത്. ഇവിടെ സഭ എന്നോട് പറയുന്നു, നിൻ്റെ ഭാര്യയിൽ തന്നെ നീ സൗന്ദര്യം കണ്ടെത്തൂ. ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഒരു ഭർത്താവിനെ മരണം വരെ പൂജിച്ച് സ്നേഹിക്കുന്നതാണ് പെണ്ണുങ്ങളുടെ സ്വഭാവം, സാക്ഷാത്കാരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സഭ കുട്ടികളെ സംരക്ഷിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യനെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയാൽ അതുകൊണ്ട് ഏറ്റവും അധികം തകരുന്നത് കുട്ടികളാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, ഇവനൊരു സാമൂഹ്യ ജീവിതമുണ്ടെന്ന്.
ആ സാമൂഹ്യ ജീവിതത്തിൻ്റെ നിയന്ത്രണങ്ങൾ ആവശ്യത്തിന് പാലിച്ചാൽ തന്നെയാണ് സമൂഹം മുന്നോട്ട് പോകുള്ളൂ. രണ്ട് വ്യക്തിക്ക് അമിത പ്രാധാന്യം കൊടുത്താൽ, സമൂഹത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നുണ്ട്. പലപ്പോഴും നമ്മളിപ്പോൾ ട്രാഫിക് ലോസ്, എന്തിനാ അത് ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ മാത്രമുള്ളെങ്കിൽ ട്രാഫിക് ലോസിൻ്റെ ആവശ്യമില്ല. അവന് സ്വാഭാവികമായിട്ട് വണ്ടി ഓടിക്കായിരുന്നു. പക്ഷെ അവൻ്റെ സ്വാഭാവികത ഓടിക്കാൻ പറ്റില്ല. കാരണം എന്താ? അവൻ സമൂഹത്തിൽ കുറേ പേര് വണ്ടി ഓടിക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ നിയമങ്ങളും എടുക്കുമ്പോഴും ഇത് തന്നെയാണ്. അതിന് ഒരു വിഷം ചേർക്കലാണെന്നോ വിലക്ക് വെക്കലാണെന്നോ എന്ന് സഭയുടെ മേൽ പറഞ്ഞാലേ അത് യുക്തിപരമായിട്ട് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കേസാണ്. തീർച്ചയായിട്ടും മക്കളുടെ ആനന്ദം ദൈവത്തിൻ്റെ ആനന്ദം തന്നെയാണ്. പക്ഷേ ഇവിടെ പാപ്പ പറയുന്നു, പരിത്യാഗം ആവശ്യമായിരിക്കുന്ന ഒരു അധ്യാപന പ്രക്രിയ ഇതിനാവശ്യമാണ്, ഒരു പരിശീലനം. ലൈംഗികതയുടെ ഒരു ലൈംഗിക സ്വാഭാവികതമായ ഒരു കഴിവാണെങ്കിൽ കൂടെ അതിന് അത് ഉപയോഗിക്കേണ്ടതായ ഒരു സ്ഥലമുണ്ട്. അല്ലെങ്കിൽ അത് കുടുംബജീവിതത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി ദൈവം തന്ന വലിയ അനുഗ്രഹമാണ്. ആദ്യം മാതാപിതാക്കളെ കുടുംബത്തിലാക്കിയിട്ട് ദൈവം സന്തോഷിക്കുന്നു എന്ന ആ ചിത്രം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ദൈവം നമുക്ക് നൽകിയ ഈ സ്വാഭാവികമായ ആനന്ദം അത് ഭാര്യാഭർത്തൃ ബന്ധത്തെ കൂടുതൽ കൂട്ടിയുറപ്പിക്കാൻ സഹായകമാണ്. അതിനുവേണ്ടി ദൈവം നൽകിയ ഈ കഴിവ് അതൊരിക്കലും ഈ സന്തോഷാനുഭവത്തിന് നിമിഷം ഉപേക്ഷിക്കണമെന്ന് അർത്ഥമില്ല. തീർച്ചയായും ഈ ഒരു ബോധ്യം നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. ദൈവം തന്ന ഈ ദാനത്തെ അതിൻ്റെതായ അർത്ഥത്തിൽ സ്വീകരിക്കാൻ തീർച്ചയായിട്ടും അതിൻ്റെ സ്വാഭാവികതയെ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് സ്വീകരിക്കാനുള്ള കൃപ നമുക്ക് ചോദിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ദാമ്പത്യ സ്നേഹത്തിൽ അനുദിനം വളരാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി സഹായിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് യാചിക്കുകയും ചെയ്യാം.